ഒരാൾ തൻ്റെ ഭാര്യയുടെ അവർക്ക് ചില മാനസികമായ ചില വിഭ്രാന്തികൾ അവർ കാണിക്കുന്നുണ്ട്. അതിന് ധാരാളമായി ഡോക്ടർ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ മാറിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അത് വീണ്ടും വരുന്നുണ്ട്. ഇങ്ങനെ ഒരു മാറാത്ത രോഗമായിക്കൊണ്ട് തുടരുകയാണ്. ഈ സമയത്ത് എന്താണ് അതിനൊരു പ്രതിവിധി, എങ്ങനെ അത് മാറും എന്നൊരു ചോദ്യമുണ്ട്. കൂടെ തന്നെ അവർ ചോദിച്ചിട്ടുള്ളത്, ഇത് അവരുടെ നമസ്കാരത്തെയും നോമ്പിനെയും എല്ലാം എങ്ങനെ ബാധിക്കും, അതെങ്ങനെയാണ് ഞാൻ വീണ്ടെടുക്കേണ്ടത് എന്നവർ ചോദിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ, സന്തോഷകരമായ കുടുംബജീവിതം നൽകുമാറാകട്ടെ. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം രോഗത്തിന് ചികിത്സിക്കേണ്ടത് എന്നാണ് ഒന്നാമത് ചോദ്യം. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും എപ്പോഴും സന്തോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മറിച്ച് പരീക്ഷണങ്ങളുണ്ടാകും. പരീക്ഷണങ്ങളുടെ ഒരു രൂപമാണ് രോഗം വരിക എന്നുള്ളത്. കുറേ പണമുണ്ടായതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷം ലഭിച്ചു കൊള്ളുന്നില്ല. വലിയ സമ്പന്നർക്ക് മാരകമായ രോഗം വന്നു കഴിഞ്ഞാൽ ആ പണം കൊണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ഉറപ്പിക്കുക, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരും. വലനബുലുവന്നക്കും, തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അത് തന്നെയും റബ്ബുമായി കൂടുതൽ അടുത്ത ആളുകൾ, അവർക്ക് പരീക്ഷണങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുക. അഷദ്ദുന്നാസി ബലാൻ അൽ അംബിയ, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അംബിയാക്കന്മാർക്കാണ് ഉണ്ടായിരുന്നത് എന്നാണ്. സുമ്മൽ അംസലു ഫൽ അംസലു, പിന്നീട് അവരോടടുത്ത ആളുകൾക്ക്. അപ്പോൾ ഞാൻ നല്ല നിസ്കരിക്കുന്ന ഒരാളാണ്, എനിക്കെന്താ ഇങ്ങനെ രോഗം വന്നു എന്ന് ചിന്തിക്കാതെ, ഇത് മുഖേന അള്ളാഹു എൻ്റെ പാപങ്ങൾ പുറത്തു തരികയും എൻ്റെ സ്വർഗത്തിലേക്കുള്ള പദവികൾ ഉയർത്തിത്തരികയും എന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യും എന്നൊരു വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് പരീക്ഷണത്തെയും വാങ്ങുവാനും ഏത് രോഗത്തിലും ക്ഷമിക്കുവാനും സാധിക്കും. ആ ഒരു തലം ആദ്യം ഉണ്ടാക്കിയെടുക്കണം. പിന്നീട് നമ്മൾ സ്വാഭാവികമായി ചികിത്സിക്കണം. ഇസ്ലാം അനുവദിച്ച എന്തെല്ലാം ചികിത്സകളുണ്ടോ, അത് ഇന്ന ചികിത്സ എന്നില്ല. ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കാം, യുനാനി ഉപയോഗിക്കാം, ഹോമിയോപ്പതി ഉപയോഗിക്കാം, ആക്യുപങ്ക്ചർ നല്ലതാണെങ്കിൽ അത് ഉപയോഗിക്കാം ഒക്കെ. അതിന് പുറമെ ഇസ്ലാമികമായ കുറേ ചികിത്സകളുണ്ടല്ലോ. അപ്പോൾ റുഖിയ ശർഇ നടത്തുക, ഖുർആൻ ഓതുക, ഹദീസ് കൊണ്ടുവന്ന പ്രാർത്ഥന, ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെയുള്ളത് അതും നമ്മൾ ചെയ്യണം. അതിൽ രോഗം ഭേദമായാൽ അൽഹംദുലില്ലാ, ഒന്നുകൊണ്ട് മാറുന്നില്ല എങ്കിൽ ആവർത്തിച്ച് അത് ചികിത്സിക്കുക, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചികിത്സകളിലേക്ക് പോവുക. ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇവരുടെ നിസ്കാരം ഇതേപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താ ചെയ്യേണ്ടത്? അവർ മാനസികമായ ചെറിയൊരു പ്രശ്നമാണ്, എന്നാൽ സ്വബോധമുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ അവർക്ക് കേവലം ടെൻഷനാണ്, വിഭ്രാന്തിയാണ്, പേടിയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിസ്കാരം കാര്യങ്ങളൊക്കെ അവർ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഒരു ഭ്രാന്തൻ എന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ, മാനസിക നില ആകെ തെറ്റിയ ഒരാളാണ്, അവർക്കാണ് നമ്മൾ മജ്നൂൻ, ഭ്രാന്ത് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു തലത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മതശാസ്ത്രങ്ങൾ നിർബന്ധം ഇല്ല എന്നാണ്. റഫിയൽ അഖ്ലാം അൻ സലാസിൻ, 3 വിഭാഗം ആളുകൾക്ക് മതശാസനങ്ങളില്ല എന്ന് പറഞ്ഞു. ഒന്ന്, ഇത് അൽ മജ്നൂനി, ഒരാൾക്ക് ഭ്രാന്ത് ഉണ്ട് എങ്കിലൊക്കെ നിസ്കാരം നോമ്പ് പോലൊന്നും ബാധ്യതയായിട്ടില്ല. അത് ഇല്ലാത്ത സന്ദർഭത്തിൽ അവർ ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യണമെന്നും, ഇത് ഭ്രാന്ത് ഉള്ള അവസ്ഥയാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയാണ്. ചില സമയത്തുണ്ട്, ചില സമയത്ത് ഇല്ല എങ്കിൽ സ്വാഭാവികമായും ആ നല്ല നിലയിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് നിർബന്ധമായിരിക്കും എന്നാണല്ലേ.